ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്നലെ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പതിവ് പോലെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഏഷ്യ കപ്പ് ജേതാക്കളായിട്ടുണ്ട്. 5 വിക്കറ്റിന്റെ ഒരു ആധികാരികമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് 10 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസിൽ ഒതുക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് എടുത്തു. തിലക് വർമ്മയുടെ ഇന്നിങ്സ് ആണ് എടുത്തു പറയേണ്ടത്. 69 റൺസ് എടുത്ത അദ്ദേഹമാണ് ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചത്. ശിവം ദൂബെ അതുപോലെ തന്നെ സഞ്ജു സാംസൺ എന്നിവർ അർഹിച്ച പിന്തുണ ഈ താരത്തിന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യ ഒരിക്കൽ കൂടി ഏഷ്യ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ കിരീടം നേടിയതിനു ശേഷം ചില വിവാദ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. അതായത് ACCയുടെ പ്രസിഡന്റായ മുഹസിൻ നഖ്വിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കില്ല എന്ന നിലപാട് ഇന്ത്യ എടുത്തിരുന്നു. ഇതോടുകൂടി മുഹസിൻ നഖ്വിയും തന്റെ നിലപാട് ഘടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ട്രോഫി നൽകില്ല എന്ന തീരുമാനം ACCയുടെ പ്രസിഡന്റായ മുഹസിൻ നഖ്വി എടുക്കുകയായിരുന്നു. ഇതോടുകൂടി ഇന്നലെ വിജയിച്ചതിന് ശേഷം ഇന്ത്യക്ക് ആ ഒരു ഏഷ്യ കപ്പ് കിരീടം അഥവാ ട്രോഫി ലഭിച്ചില്ല. അങ്ങനെ ട്രോഫി ഇല്ലാതെയാണ് ഇന്ത്യ സെലിബ്രേഷൻ നടത്തിയത്. ഇതിപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. ഇന്ത്യയുടെ നായകനായ സൂര്യകുമാർ യാദവ് ഈ ട്രോഫി നൽകാത്തതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രോഫി നൽകാത്തത് കൊണ്ടൊന്നും കാര്യമില്ല, ഇന്ത്യയാണ് ജേതാക്കൾ എന്ന വസ്തുത മാറാൻ പോകുന്നില്ല എന്ന കിടിലൻ സ്റ്റേറ്റ്മെന്റ് ആണ് സൂര്യകുമാർ യാദവ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ജേതാക്കളായ ടീമിന് ട്രോഫി നൽകാതിരിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ റിവാർഡ് അത് ഞങ്ങളുടെ താരങ്ങളാണ്. ഞങ്ങളുടെ സ്റ്റാഫുകളും ഈ കിരീട നേട്ടത്തിൽ പങ്കാളികളുമായ എല്ലാവരുമാണ് ഇവിടുത്തെ ഒരു യഥാർത്ഥ റിവാർഡ് ആയിക്കൊണ്ടുവരുന്നത്. ട്രോഫി ലഭിച്ചിട്ടില്ല എന്നുള്ളത് പോട്ടെ, പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എല്ലായിടത്തും പറയുക ഇന്ത്യയാണ് ജേതാക്കൾ എന്നാണ്. ഇതാണ് സൂര്യകുമാർ യാദവ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും തുടർച്ചയായിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ഈ ടൂർണമെന്റിലെ ഒരൊറ്റ മത്സരത്തിൽ പോലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. പാകിസ്ഥാനെ 3 തവണയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ചെണ്ടയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.